ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പിന്നെന്താ ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 3 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു. ഈ 3 വർഷമായിട്ടും നമ്മുടെ ചാനലിൽ യൂട്യൂബിൽ 20,000-ൽ പരം സബ്സ്ക്രൈബേഴ്സും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി മൂലമോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ കുറവ് മൂലമോ ഒക്കെ കാണുന്നവർ വ്യൂസ് കുറവാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കണ്ടൻറ്റ് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ക്യാമറ ശരിയാവുന്നുണ്ടാവില്ല എന്നൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് വലിയ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. കാരണം അയ്യോ എൻ്റെ വീഡിയോ കാണണേ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല ഒരു ബിസിനസ്സായാലും, അങ്ങനെയല്ല ഒരു യൂട്യൂബർ ആയാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പേജിൽ വീഡിയോ ഇടുന്നവരായാലും ആരായാലും നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടി അയ്യോ എൻ്റെ ഒന്ന് കാണണേ എന്ന് പറഞ്ഞല്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സന്തോഷ കാര്യം, എൻ്റെ ഞങ്ങളുടെ ചാനലിൽ വരുന്ന ഞങ്ങളിടുന്ന വീഡിയോകൾ ചിലപ്പോൾ പാചകത്തിൻ്റേതായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോകാം. എന്ന് വെച്ചാൽ ഒരു ബന്ധം സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അത് ചിലപ്പോൾ യൂട്യൂബ് തരുന്ന വരുമാനത്തെക്കാട്ടിലും എനിക്കിഷ്ടമാണ്. നല്ല വ്യൂസ് കിട്ടുന്ന വീഡിയോകളുണ്ട്. എന്നിട്ട് നല്ല വ്യൂസ് എന്നൊക്കെ ഞാൻ പറയുന്നത് 1000 പേരെ കാണുന്നതന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഈ 1000 പേര് കാണുന്നില്ലേ, അല്ലെങ്കിൽ 1000 പേര് 500 പേര് കാണും, അല്ലെങ്കിൽ അവരൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നോക്കുന്നുണ്ടല്ലോ. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ മെനക്കെടരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയുമ്പോൾ റിയാക്ഷൻ വീഡിയോകൾ ഇടുമ്പോഴേ നമുക്ക് മറ്റൊരാളെ കുറിച്ച് പറയാൻ യോഗ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ റിയാക്ഷൻ വീഡിയോകൾ ഇടാൻ പറ്റും. ഇന്ന് ഞാനൊരു സന്തോഷ കാര്യം പറയാനാണ് ഞങ്ങളുടെ ചാനലിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ചില വാർത്തകൾ, എല്ലാവരിലും എത്താത്ത ചില വാർത്തകളും കൂടി എനിക്ക് സന്തോഷം തോന്നിയ കാര്യം കൂടി പറയാൻ ഞാൻ വിചാരിക്കുന്നു. കാരണം എന്നും പാചകവും മറ്റു കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ നല്ല ടാനാണ്, നല്ല ചൂടാണ്. നമ്മളെ ഷോപ്പിലൊക്കെ ടാനൊക്കെ ആയിട്ട് ഭയങ്കര കുഴപ്പമായി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്മോളൊരു സൈസ് പാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിടണം. അപ്പോൾ അതൊക്കെ ഇടാനായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് മുഖം ഇതായിപ്പോയി, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഞാൻ പറയാൻ വന്നത് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിലൊരു കുട്ടിയുണ്ട്, ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു കുട്ടി. എനിക്ക് അങ്ങനെയുള്ള പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിലും ഒക്കെ യുവതലമുറ അവരുടെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോരോ ജോലികൾ ചെയ്ത് കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നത്. ഈ ഗ്ലാമി ഗംഗ എന്ന് പറയുന്നത് നെടുമങ്ങാട് അവിടെയാണ് താമസം. നെടുമങ്ങാട് അടുത്ത് അവിടെ എവിടെയാണ് അവരുടെ വീട്. കൊച്ച് ഫ്ലവേഴ്സിൽ വന്നൊരു ഇൻ്റർവ്യൂ വന്നപ്പോൾ തൊട്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവിടെ അച്ഛനിൽ നിന്നിട്ട് വളരെ മാനസികമായി പീഡനങ്ങൾ ഏറ്റ് ശാരീരികമായും അമ്മയെ അടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ 2 പെൺകുട്ടികൾ, അവർക്ക് വീടില്ല, ഭയങ്കര പ്രശ്നമായി, വാടക വീടും അങ്ങനെയൊക്കെ കിടന്ന് ഈ കൊച്ചുങ്ങളെ 2 പേരും ഭയങ്കര ബുദ്ധിമുട്ടി. നന്നായി പഠിക്കുന്ന കൊച്ചുങ്ങളെ കൊച്ചൊക്കെ നന്നായി പഠിക്കുമായിരുന്നു. അവർ ഭയങ്കര ബുദ്ധിമുട്ടി അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ ചാനൽ അവൾ ഇത്ര വർഷം 2-3 വർഷം ആയി തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് നാളായി കണ്ടുള്ളൂ. ഞാൻ നിരന്തരം അവളുടെ വീഡിയോ കാണാറില്ല. അപ്പോൾ അവൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗ്ലാമി ഗംഗയെ നടിച്ചാൽ കാണാൻ നിങ്ങൾക്ക്. അവൾക്കൊരു വീട് വെച്ചു. ഇവിടെ നെഗറ്റീവ് പറയുന്ന 24 മണിക്കൂർ കുടുംബകാര്യം പറഞ്ഞ് യൂട്യൂബിൽ അടികൂടുന്ന, യൂട്യൂബിൽ സഹോദരങ്ങളെ തങ്ങളിൽ കുത്തുന്ന ആൾക്കാരൊക്കെ ഉള്ളവർ ആ കൊച്ചിൻ്റെ വീഡിയോ പോയത് കണ്ടു. അവളെ അമ്മയുടെ വീട്ടിൽ പേരിട്ടു സത്യമേ. അങ്ങനെ ഇപ്പോൾ ആ വീഡിയോ എടുത്ത് വെച്ച് കണ്ടു. അപ്പോൾ എനിക്ക് അത് പറയണമെന്ന് തോന്നി, ഗ്ലാമി ഗംഗയുടെ കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനമാകുന്നതിൽ ഒരു സംശയമില്ല. അവളെ വീഡിയോ കണ്ട അത് ഒരു കാര്യം, ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. പിന്നെ പല കോൺട്രവേഴ്സികളും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, ഞാൻ സ്ഥിരമായിട്ട് അടികൂടുന്ന യൂട്യൂബ് ചാനലുകൾ കാണാറില്ല. എനിക്ക് താല്പര്യമില്ല. കാരണം ഡോളറാണ് മുഖ്യം, കുടുംബ ബന്ധത്തിന് ഒരു വിലയില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് അടികൂടി അതിൽ എടുത്തിടുന്നുണ്ട്. കുടുംബത്തിലെ വഴക്കുകളൊക്കെ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ അത് തന്നെ എല്ലാവരും കണ്ടൻ്റ് ആക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും അതിൽ താല്പര്യമില്ല കണ്ടൻ്റ് ആക്കാനായിട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അങ്ങനെ പൊതുമധ്യത്തിൽ പറയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെയല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മനുഷ്യർ ജീവിക്കാനുള്ളത് എന്ന് കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ സന്തോഷം പ്രചോദനമാകാൻ ഗ്ലാമി ഗംഗയുടെ വീഡിയോ കാണണമെന്ന് പറയാനുണ്ട്. ഗ്ലാമി ഗംഗ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവളുടെ വീഡിയോ കാണുക. അപ്പോൾ എൻ്റെ ഞാനൊരു സന്തോഷ റിയാക്ഷനാണ് പറയുന്നത്. അപ്പോൾ അടികൂടുന്നത് ഒരുപാട് കാണുന്നുണ്ട്, ഒരുപാട് അടികൂടുന്ന വീഡിയോകൾ ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് സമയം
മാറ്റി വയ്ക്കണം. ആ സമയത്തിൽ ഇതുപോലുള്ള പ്രചോദനാത്മകമായ കാര്യങ്ങൾ കാണുകയും കൂടെ ചെയ്യണം. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാനൊരു വീൽ ചെയർ യൂസറാണ്. ഞാൻ വീൽ ചെയർ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. കാരണം ഈ വീട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്ന ഞാനൊരു വീട് നോക്കുന്നുണ്ട്, വീട് ഇതുവരെയും കിട്ടിയില്ല. വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താമസിക്കുന്ന വീടിൻ്റെ സ്റ്റെപ്പ് 3 റാമ്പില്ല. അവരൊന്നും റാമ്പ് വയ്ക്കില്ലല്ലോ, എല്ലാവരും റാമ്പ് വയ്ക്കില്ലല്ലോ. നമുക്ക് വീൽ ചെയർ യൂസർമാരില്ലാത്ത വീടുകളിൽ റാമ്പ് വയ്ക്കാറില്ല. അപ്പോൾ ഇവിടെ എന്നെ ഇങ്ങനെ പിടിച്ച് പൊക്കിക്കയറ്റുന്ന വീൽ ചെയർ പൊക്കിക്കയറ്റുന്ന കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ വിഷമിച്ച് ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണ് എനിക്കിങ്ങനെ വിഷമമുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. ആ കൂടെ ഞാനിങ്ങനെ ഈ ഒരു സന്തോഷം, ഒരു വീടെന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ്, എൻ്റെയും വലിയ സ്വപ്നമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പറയും, ദീജ അങ്ങനെ പറയുന്നു, വീടെന്ന് പറയുന്നു, കടയെന്ന് പറയുന്നു. അങ്ങനെയല്ല, വീട് അത്യാവശ്യമാണ്, അത്രമേൽ അത്യാവശ്യമാണ്. സ്വന്തം വീടായിരുന്നെങ്കിൽ എനിക്ക് സൗകര്യത്തിൽ റാമ്പൊക്കെ വെച്ചിട്ട് നടക്കാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി വീട് വെച്ച് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരുപാട് പൊരുതി, അപ്പോൾ എന്നെയൊക്കെ പോലെ പൊരുതി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അല്ലാതെ കോൺട്രവേഴ്സികളൊക്കെ നടക്കുന്നുണ്ട്. ആ കോൺട്രവേഴ്സികളൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ. ഞാൻ എൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ ഇത് സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടാനൊക്കെ പോകാനായിട്ട് ഞാൻ ഈ ഫേസ് പാക്ക് എന്താണെന്ന് മോളോടെ ചോദിക്കണം, ഞാൻ മറന്നുപോയി, അവളാണ് എടുത്തിട്ടത്. ഇത് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ഇതിൻ്റെ വന്ന ബോട്ടിലാണ് കേട്ടോ, ഇതല്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഇട്ട് ടാൻ പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡള്ളായി ഇതൊക്കെ. ഞാനെന്ന് വെച്ചാൽ ഈ മുഖത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല, ഞാനെൻ്റെ ചേച്ചി ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ. പക്ഷേ മുഖമൊക്കെ ഒരുമാതിരി വരണ്ട് പിടിച്ചു, ഒരുമാതിരി ആവുന്നുണ്ട്, പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും കാണണം. റിയാക്ഷൻ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 1000 പേര് അല്ലെങ്കിൽ 100 പേര് കണ്ടാൽ മതി. ഈ കാണുന്നവർ എനിക്ക് എൻ്റെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ട്. അവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ബലമാണ്, ഒരു ധൈര്യമാണ്. ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം കേട്ടോ, എൻ്റെ കുടുംബം മുഴുവനും ഉണ്ട്. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളുടെ ധൈര്യം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുക.